സന്തോഷത്തിലായിരുന്നു സാഡിവേൽ ഊരിലെ ആദിവാസികൾ. അമൃത സർവന്റെ ആഭിമുഖ്യത്തിലാണ് തരിശുകിടന്ന വനഭൂമിയിൽ കൃഷി ഇറക്കിയത്. പൂർണ്ണമായും ജൈവ രീതിയിലായിരുന്നു കൃഷി. മാതാമൃതാനന്ദമയി മഠം ദത്തെടുത്ത ഗ്രാമമാണ് കോയമ്പത്തൂരിലെ സാഡിവേൽ. പഴയകാലത്തിന്റെ വിളസമൃദ്ധി വീണ്ടും കണ്ടതിന്റെ ആവേശത്തിലായിരുന്നു പഴയ തലമുറ. ആദ്യമായി കേട്ട കൊയ്ത്തുപാട്ട് ആഘോഷമാക്കി കുട്ടികൾ. നൂറുമേനി വിളഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിൽ അമൃത സേവ് പ്രവർത്തകർ എല്ലാവരും ചേർന്ന് വിളവെടുപ്പ് ഉത്സവമാക്കി. விவசாயம் ஒன்றும் இல்லைங்க. அதிகமா முதல்ல வந்துட்டு ஏதோ 1-2 இப்படி கொஞ்சம் தண்ணி கிடைச்சா விவசாயம் பண்ணிட்டு இருந்தாங்க. இப்போ வந்துட்டு அமிர்த மேடம் வந்ததுக்கு அப்புறம் எங்களுக்கு வந்துட்டு நிறைய உதவிகள் செய்யறாங்க. അമ്മയുടെ അനുഗ്രഹാശിസുകളോടെയായിരുന്നു കൊയ്ത്തുത്സവം. அம்மாவுடைய ஆசீர்வாதத்துக்கு போயிருந்தாங்க. அதான் அம்மா கிட்ட பர்மிஷன் வாங்கி அம்மா கிட்ட ஆசீர்வாதம் வாங்கணும்னு போயிருந்தேன் 4 நாளைக்கு முன்னாடி. அம்மா இது மாதிரி உதவியால எங்களுக்கு இது மாதிரி நல்லா விளைஞ்சிருக்கு, இதை கொண்டு போய் அம்மா கிட்ட ஆசீர்வாதம் வாங்கிட்டு வரலான்னு கொண்டு போயிருந்தாங்க. அதான் அம்மா வந்து எங்களுக்கு இது மாதிரி ஒரு உதவி செய்யறதுக்கு எங்களுக்கு ஒரு கடவுள் மாதிரி அந்த அம்மா எங்களுக்கு கிடைச்சிருக்காங்க. எங்களுக்கு கிடைக்காத ஒரு பொக்கிஷமா இருக்குங்க. പ്രത്യേക പൂജകൾക്ക് ശേഷമായിരുന്നു വിളവെടുപ്പ്. 35 ഏക്കറിലാണ് കൃഷി ഇറക്കിയത്. സമ്പൂർണ്ണ ജൈവ കൃഷി. 55 ടൺ നെല്ല് വിളവെടുത്തു. വിത്തിനും ഭക്ഷണത്തിനുമുള്ളത് കരുതി വെച്ച് ബാക്കി വിൽക്കാനാണ് പദ്ധതി. വിത്തിറക്കിയത് മുതൽ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു തുടർന്നുള്ള 6 മാസം. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അന്ന് കിടന്ന ഭൂമിയും അന്ന് കിടന്ന ആളുകളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റവും എല്ലാവരും ഇപ്പൊ ഒരു പണിക്ക് പോകാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഈ 6 മാസം കൊണ്ട് ഒരു 10-100 ഇൻഡയറക്റ്റും ഡയറക്റ്റ് ജോബുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അമൃത വ്യവസായ കുഴു എന്ന പേരിൽ 20 പേരടങ്ങിയ കർഷക സംഘം രൂപീകരിച്ചായിരുന്നു കൃഷി. ഊരിലെ മുഴുവൻ പേരും പണിയെടുക്കാൻ പാടത്തിറങ്ങി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കാർഷിക വികസന ഫണ്ടിൽ നിന്നും സാമ്പത്തിക സഹകരണം ഉണ്ടായിരുന്നു. This project has turned out into 100% organic farming. It is quite successful. Initially they had little bit fear whether they will get success or not, but now it has been proved. അടുത്ത തവണ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ജൈവ കൃഷി വ്യാപിപ്പിക്കാനാണ് ഇവരുടെ ശ്രമം. കൊയ്ത്തുത്സവത്തിൽ ബ്രഹ്മചാരി തപസ്യാമൃത ചൈതന്യ, അമൃത വിശ്വവിദ്യാപീഠം സർവകലാശാല രജിസ്ട്രാർ കെ ശങ്കരൻ, അമൃത സെർവ് ഡയറക്ടർ അഞ്ജു ബിസ് തുടങ്ങിയവർ പങ്കെടുത്തു. സാഡിവേലിൽ നിന്നും ക്യാമറാമാൻ എ അനുരാഗിനൊപ്പം ഗ്രീജിത്ത്.